ഒരു 2-3 കൊല്ലം മുമ്പേ ഞാൻ കാലിക്കറ്റിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനടുത്തൊരു ഒരു പേഷ്യന്റ് വന്നു. അദ്ദേഹത്തിന് പനിയായിരുന്നു. ഒട്ടുമാറാത്ത പനിയും വെസ്പ് കുറവും WBC കുറവ്, പ്ലേറ്റ്ലേറ്റ് കുറവ്, ഹീമോഗ്ലോബിൻ കുറവ്, ഇതൊക്കെ ഇനി വന്നതാണ്. അവർക്ക് ഫാമിലി മെമ്പേഴ്സിനും പേഷ്യനും വിചാരിച്ചു അവർക്ക് ബ്ലഡ് ക്യാൻസർ വിചാരിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. എമർജൻസിയിലേക്ക് വന്നതാണ്. അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞു നമുക്ക് മജ്ജ ടെസ്റ്റ് ചെയ്യാം, ബോൺ മെറോ ടെസ്റ്റ് ചെയ്യാം, കാരണം അതിൽ എന്തായുള്ള അസുഖം നമുക്ക് കൃത്യമാവുമല്ലോ. അപ്പോൾ മജ്ജ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ സാമ്പിൾ അയച്ചു. ഇത്ര നേരം കഴിയുമ്പോൾ ലാബിൽ നിന്ന് ഒരു 10 പ്രാവശ്യം എനിക്ക് ഫോൺ കോൾ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വിളിച്ച് പറഞ്ഞു അതൊരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. ബ്ലഡ് ക്യാൻസർ വിചാരിച്ച പോലെ ബ്ലഡ് ക്യാൻസർ ആയിരുന്നില്ല, അതൊരു പ്രത്യേക ഒരു ജീവിയായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. ആ സെൻസിനുള്ളിൽ ഹിസ്റ്റോപ്ലാസ്മ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഫംഗസ് അവർ കണ്ടെത്തി. അതിനെ അറിയിച്ചപ്പോൾ ഞാൻ ഉടനെ ഹിസ്റ്റോപ്ലാസ്മിന്റെ ബാക്കി ടെസ്റ്റുകളൊക്കെ അയച്ചു. ഈ ഹിസ്റ്റോപ്ലാസ്മിന്റെ ടെസ്റ്റുകളൊക്കെ പോസിറ്റീവ് വന്നു. പേഷ്യന്റിനെ ഞാൻ ഇൻഫെക്ഷൻ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മെഡിക്കൽ സിലബസിൽ പഠിക്കേണ്ട ഈ ഹിസ്റ്റോപ്ലാസ്മോസിസ് കോമൺ ഉള്ളത് അമേരിക്കയിലാണ്, USA. അമേരിക്കയിലെ മിസിസിപ്പി, ഒഹയോയിലൊക്കെയാണ് ഇത് കോമൺലി കാണുന്നത്. നദീതീരത്ത് അവിടുത്തെ മണ്ണിൽ മോയിസ്റ്റായ ഹ്യൂമിഡായ ക്ലൈമറ്റിൽ അവിടുത്തെ നനവുള്ള മണ്ണിൽ നല്ലോണം വളരുന്ന ഒരു ഫംഗസ് ആണ്. ഈ ഫംഗസ് കൂടുതൽ വളരണമെങ്കിൽ നമുക്ക് ബേർഡിന്റെ ഡ്രോപ്പിംഗ്സ്, ബേർഡിന്റെ കാഷ്ടത്തിലോ അല്ലെ ബാറ്റിലോ വവ്വാലിന്റെ കാഷ്ടത്തിലൊക്കെ നല്ലത് വളരുന്ന ഒരു ഫംഗസ് ആണ്. അത് മാത്രമല്ല പലപ്പോഴും കോഴി ഫാമിൽ പോലും നല്ലോണം വളരും. കാരണം ഈ കാഷ്ടത്തിലാണ് മാക്സിമം ഈ ജീവി വളരുക. അപ്പൊ കോഴി ഫാമിന്റെ മണ്ണിലൊക്കെ നല്ലോണം വളരും. പിന്നെ ഗുഹകളിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബാറ്റ്സ്, വവ്വാൽ അവിടെ താമസിച്ച് ആ വവ്വാലിന്റെ വയറിനുള്ളിലും ആമാശയത്തിനും കുടലിനുള്ളിലും ഈ ഹിസ്റ്റോപ്ലാസ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ കാഷ്ടത്തിൽ കൂടി അത് ഗുഹയിലെ മണ്ണിൽ പോയി നല്ലോണം അത് അവിടെ വളരുന്നു. അങ്ങനെ ഗുഹയിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു, നടന്നിട്ടാണല്ലോ ഗുഹയിലേക്ക് പോകുക. അപ്പൊ കാല് വഴി ആ മണ്ണ് ഇങ്ങനെ ഇളകുമ്പോൾ അതുവഴി ഈ സ്പോർട്സ് ഒക്കെ ആകാശത്തിൽ പോയി നമ്മളെ ശ്വസിച്ച് ലങ്സിലേക്ക് കയറും. ലങ്സിലേക്ക് കയറി അത് ഫുള്ള് ശരീരത്തിലെ എന്താ പറയുക മജ്ജയിലും ബാക്കി എല്ലാ ഓർഗൻസിലേക്കും തലച്ചോറിൽ വരെ അത് പോവാം. അത് എസ്പെഷ്യലി പ്രതിരോധ ശക്തി കുറയുമ്പോഴാണ് ഇങ്ങനെ ഈ പേഷ്യന്റ് പോലെ പ്രോഗ്രസീവ് ഡിസമിനേറ്റഡ് ഹിസ്റ്റോപ്ലാസ്മോസിസ് ആണ് കണ്ടീഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഇന്ത്യയിൽ ഇത് കോമൺ ആണോ വെച്ചാൽ ഒട്ടും കോമൺ അല്ല. കേരളത്തിൽ അൺകോമൺ ആണോ എന്ന് ചോദിച്ചാൽ കോമൺ അല്ല ഒട്ടും, പക്ഷേ കേസസ് കാണാറുണ്ട്. ഞാൻ ഡൽഹിയിലുള്ളപ്പം എയിംസിന് ഇഷ്ടം പോലെ കേസസ് വരാറുണ്ട്. കാരണം ഇന്ത്യയിൽ ഈ ഗാൻജറ്റിക് പേരിൽ നമ്മുടെ ഗംഗയിലെ ചുറ്റുമുള്ള ഏരിയയിലൊക്കെ ഇത് കോമൺ ആയിട്ടാണ് കാണാറ്. അവിടെ ഉണ്ടാവാറുണ്ട്. അവിടെയും ഒക്കേഷണലി കേസ് റിപ്പോർട്ട്സ് ഉണ്ടാവാറുണ്ട് കേരളത്തിൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിസ്റ്റോപ്ലാസ്മ മാത്രമല്ല, ബാറ്റ്സിന്റെ കാഷ്ടത്തിൽ നിന്ന് വരുന്ന ഹിസ്റ്റോപ്ലാസ്മ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവിന്റെ കാഷ്ടത്തിൽ വരുന്ന ഏത് അസുഖമാണ് നിങ്ങളൊന്ന് കമന്റിൽ ഇട്ടോ.